ചെയ്യുവാനായിട്ട് നമ്മുടെ ഹൃദയം സമർപ്പിക്കാം. ഇന്നത്തെ ദൈവവചന ചിന്തനത്തിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നതായ ആ, വേദഭാഗം 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വേദഭാഗങ്ങളാണ്. മറ്റു ചില വാക്യങ്ങളിലൂടെ വായിക്കുന്നുണ്ട്. ആ, രാജാക്കന്മാരുടെ പുസ്തകം, ഒന്നാമത്തെ പുസ്തകം, 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം. ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. Now Elijah the Tishbite from Tishbe in Gilead said to Ahab, As the Lord God of Israel lives, whom I serve, there will be neither dew nor rain in the next few years except at my word. Then the word of God came to Elijah, Leave here, turn eastward and hide in the Kerith ravine, east of the Jordan. You will drink from the brook, and I have ordered the ravens to feed you there. So he did what the Lord had told him, and he went to Kirith ravine, east of the Jordan, and stayed there. The ravens brought him bread and meat in the morning, and bread and meat in the evening, and he drank from the brook. Some time later, the brook dried up because there had been no rain in the land. ഒരാൾക്ക് മലയാളത്തിലൂടെ ആ വാക്യം ഒന്ന് വായിക്കാം. എന്നാൽ ഗിലെയാദിലെ തിശ്ബയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. അവൻ ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ പാർത്തു. കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്ത് അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും. തോട്ടിൽ നിന്ന് അവൻ കുടിക്കും. എന്നാൽ ദേശത്ത് മഴ പെയ്യായികയാൽ കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. നമുക്ക് വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ്. സൺഡേ സ്കൂൾ ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുകയും കേൾക്കുകയും ധാരാളം പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള ഒരു വേദഭാഗമാണ്. ഈ വായിക്കപ്പെട്ട വാക്യങ്ങളുടെ അല്ലെങ്കിൽ ഈ അധ്യായത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലേക്ക് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇസ്രായേൽ ജനം ആഹാബ് എന്ന് പറയുന്ന രാജാവിൻ്റെ ഭരണ കാലയളവിൽ ജീവിച്ചു വരികയും, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ വളരെ മ്ലേച്ഛമായ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് അവർ പോവുകയാണ്. പ്രത്യേകിച്ച് ബാൽ ദേവനെ ആരാധിക്കുന്ന ആ കാലഘട്ടത്തിൽ വളരെ പ്രാവീണ്യമുള്ള, വളരെ പ്രാധാന്യമുള്ള ഒരു 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 ആചാരവും അല്ലെങ്കിൽ മത വിഭാഗവുമാണ് ബാലും ബാലിൻ്റെ മതവിഭാഗങ്ങളും. അപ്പോൾ ബാലിനെ ആരാധിക്കുന്ന ഇസ്രായേൽ മക്കൾ ഉൾപ്പെടെയുള്ളവർ ബാലിനെ ആരാധിക്കാനായിട്ട് തിരിയുന്ന ആഹാബ് ഉൾപ്പെടെ, ആഹാബിൻ്റെ കൽപ്പനയാൽ, ഇസബേൽ നിയന്ത്രണത്താൽ ഇസ്രായേൽ മക്കൾ മുഴുവൻ ബാൽ ദേവനെ ആരാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, രാജാവിനെ കൂടെ ഭയപ്പെടാതെ ദൈവം എഴുന്നേൽപ്പിച്ച ഒരു പ്രവാചകനാണ് ഏലിയാവ്. ഏലിയാവിനെ ഇസ്രായേൽ ജനത്തോട് പ്രബോധിപ്പിക്കാനായി, ഇസ്രായേൽ ജനത്തോട് പ്രവചിക്കാനായി, അത് രാജാവിനോടാണെങ്കിൽ പോലും മുഖം നോക്കാതെ പ്രവചിക്കാനായിട്ട് ധൈര്യത്തോടെ ദൈവം നിയോഗിച്ച പ്രവാചകനെ കുറിച്ചാണ് നമ്മൾ ഈ അധ്യായത്തിൽ വായിക്കുന്നത്. എന്നാൽ ഇവിടെ ഏലിയാവിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോഴും ഏലിയാവിനെ കുറിച്ച് പഠിക്കുമ്പോഴും ഏലിയാവിനെ ദൈവം എങ്ങനെയാണ് ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ പോഷിപ്പിക്കുന്നതെന്നുള്ളത് നമുക്ക് ഈ വേദഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് വളരെ ധൈര്യത്തോടെ താൻ രാജാവിനും രാജാവിൻ്റെ അധികാരത്തിനെതിരെയും ഒക്കെ സംസാരിച്ച് പ്രവചിച്ചിട്ട് താൻ ഒരു പ്രവചനം കൂടി ഇങ്ങനെ പറഞ്ഞു. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനത്തിന് നേരെ ഒരു പ്രവചന ശബ്ദം, ശാപമെന്ന നിലയിൽ ഒരു പ്രവചന ശബ്ദം പറഞ്ഞിട്ട് ഏലിയാവ് പ്രവചിച്ചതുപോലെ തന്നെ എന്ത് ചെയ്തു? ആ ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ വലിയ നിലയിലുള്ള വരൾച്ചകൾ ഉണ്ടാകാനായിട്ടിടയായിത്തീരുന്നു. മഞ്ഞും മഴയും നിന്നുപോയ ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ ഭക്തനായ ഏലിയാവിനെ ദൈവം ഈ വലിയ വരൾച്ചയുടെ സമയത്തും
പരിപാലിച്ച വിധം ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവം നടത്തിയ വിധം നാം ഇന്ന് ഈ പകൽക്കാലം ഒന്ന് പരിശോധിക്കുമ്പോൾ, ദൈവം ഒരു പ്രത്യേക കാര്യം അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഏലിയാവിനെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ നടത്തിയതെന്ന് നാം പരിശോധിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഒരു വാക്ക് അവിടെ വളരെ കൃത്യമായി നമുക്ക് കാണാനായിട്ട് കഴിയും. 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിക്കുക. അടുത്തത് 4-ാമത്തെ വാക്യം: തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം, അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് എന്ത് ചെയ്തിട്ടുണ്ട്? കൽപ്പിച്ചിട്ടുണ്ട്. അവിടെ എന്നുള്ളൊരു പദമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ശുശ്രൂഷിക്കാനായിട്ട് പോകുന്നത്. ഒരുപക്ഷെ ആരും അങ്ങനെ അവിടെ എന്നുള്ളൊരു പദം എടുത്ത് പ്രസംഗിച്ചിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ എന്നെ വളരെ സന്തോഷിപ്പിച്ച ഒരു പദമാണത്, അവിടെ. അത് അവിടെ മാത്രമല്ല കാണുന്നത്, താഴോട്ട് 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നീ എഴുന്നേറ്റ്, ആ ഒരു സീൻ കഴിഞ്ഞിട്ട് പിന്നെ പറയാണ്, പിന്നെയും യഹോവയുടെ അരുളപ്പാട് കെരീത്ത് തോട്ടിൽ നിന്ന് മാറി, കെരീത്ത് തോട്ടിൽ വെച്ച് ഏലിയാവിനുണ്ടായത്: നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് സാരേഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കുക. നോക്കുക, 2 ആ പദം കാണുന്നുണ്ട്. അവിടെ പോകുക, അവിടെ നിനക്ക് ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്, അവിടെ പാർക്കുക. ഞാൻ ഈ പകൽക്കാലം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ദൈവം നമ്മളോട് പറയുന്ന ഇടങ്ങളിൽ നാം ആയിരുന്നാൽ ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഇതെല്ലാം കാണാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇങ്ങനെ നമുക്കൊരു ചോദ്യമായിട്ട് ചോദിക്കാം: ആർ യു ദെയർ ഇൻ കോട്ട്സ്? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വചനത്തിൻ്റെ ഒരു ടൈറ്റിൽ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് എഴുതി വെക്കാം: ആർ യു ദെയർ? നിങ്ങൾ ദൈവം പറയുന്ന ആ ദെയറിൽ ഉണ്ടോ എന്നുള്ളത്. ദെയർ മീൻസ് ദെയർ ഇൻ കോട്ട്സ്. ആർ യു ദെയർ? ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു അവിടെയുണ്ട്. അവിടെ നാം ആയിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കരം നമ്മൾക്ക് കാണാൻ കഴിയും. ദൈവത്തിൻ്റെ അത്ഭുതകരമായ അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ച് നോക്കിയപ്പോൾ ദൈവം അനവധി ആളുകൾക്ക് ഇങ്ങനെ ഒരു അവിടെ ഒരുക്കിയിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഇടം അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഏലിയാവിനെ സംബന്ധിച്ച് ഒരു കെരീത്ത് തോടും ഒരു സാരേഫാത്തുമായിരുന്നു തൻ്റെ അവിടെ. നോഹയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നോഹയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയ വാഗ്ദത്തമായിരുന്നു ആ പെട്ടകം, യഹോവയുടെ നോഹാസ് ആർക്ക്, യഹോവയുടെ പെട്ടകം. ആ യഹോവയുടെ പെട്ടകത്തിൽ കടന്നവരെ എല്ലാം ദൈവം രക്ഷിച്ചു. ഫോർ നോഹ there was the ark. ദാനിയേലിനോട് ചോദിച്ചാൽ പറയും, പ്രൈസ് ദി ലോർഡ്, 3 നേരവും ഞാൻ കിളിവാതുകൾ തുറന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അവിടെ ഉണ്ടായിരുന്നു. ആ പ്രത്യേകമായ ഇടമാണ് ദൈവത്തിൻ്റെ കരുതലുകൾ എനിക്ക് അറിയാനായിട്ടിടയായി തീർന്നത്. ദാവീദിനോട് ചോദിച്ചാൽ പറയും, ദാവീദിനെ ദൈവം ഒരു സിംഹാസനത്തിൽ കൊണ്ട് ഇരുത്തി. ഇസ്രായേൽ കണ്ടിട്ടുള്ള ഏറ്റവും പ്രഗത്ഭനായ ഒരു രാജാവായി ദാവീദ് തീരുവാനായിട്ടിടയായി തീർന്നു. രൂത്തിനോട് ചോദിച്ചാൽ പറയും, എൻ്റെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളുണ്ടായിരുന്നു, എന്നാൽ ബോവസിന്റെ വയലിൽ ചെന്നതാണ് എൻ്റെ ജീവിതത്തിന്റെ നിലവാരം മാറ്റപ്പെട്ടത്. ബോവസിന്റെ വയലായിരുന്നു എൻ്റെ അവിടെ. ദൈവം ഒരുക്കിയിരിക്കുന്ന there, it was in that particular place. അപ്പോൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ദൈവം ഒരുക്കുന്ന ഒരു ഇടമുണ്ട്. പൗലോസിനോട് ചോദിച്ചാൽ ഈ പറയുന്നതൊന്നുമല്ല. പൗലോസിന് ഒരു കാരാഗ്രഹമായിരുന്നു പലപ്പോഴും ദൈവം ഒരുക്കിയിരുന്ന ഇടം. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന് ദൈവം ഒരുക്കിയിരുന്ന ഇടം ആ ക്രൂസ് ആയിരുന്നു. അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഈ പകൽക്കാലം പരിശോധിക്കേണ്ടത് ഒരേ ഒരു കാര്യം: ആർ യു ദെയർ? നമ്മളെ ദൈവം ഒരുക്കിയിരിക്കുന്ന ഇടത്ത് നമ്മൾ ആയിരിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു അവിടെ നമുക്ക് വേണ്ടി ഉണ്ട്. അവിടെ നാം എത്തപ്പെടുന്നുവെങ്കിൽ അവിടെ കർത്താവിൻ്റെ വലിയ കൃപകളും സാന്നിധ്യവും ശക്തിയും കരുതലും നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. ഞാൻ ഓരോന്നോരോന്നായിട്ടൊന്ന് എടുക്കാം. ഈ ഏലിയാവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ there was a place of promise. അല്ലെങ്കിൽ ഏലിയാവിനോട് ചോദിച്ചാൽ ഏലിയാവിനോട് പറയും, ഞാൻ ദൈവം പറഞ്ഞ അവിടെ എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ പ്ലേസ് ഓഫ് പ്രോമിസ്. ദൈവത്തിന്റെ വാഗ്ദത്തം ലഭിച്ച ഇടമാണ്. നോക്കിക്കേ, അതിന്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെയാ വായിക്കുന്നത്: നീ തോട്ടിൽ നിന്ന് വെള്ളം കുടിച്ചു കൊള്ളണം, അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. സോ ദൈവം ഏലിയാവിന്
ഈ ദേശത്ത് മുഴുവൻ വലിയ വരൾച്ചകൾ നടക്കുന്ന സമയം, മഞ്ഞും മഴയും ഒന്നും പെയ്യാതെ സകലയിടത്തും വലിയ ക്ഷാമം നേരിടുന്ന സമയത്ത് ദൈവം ഏലിയാവിനോട് പറയുന്നു, ഐ ആം ഗിവിംഗ് യു എ പ്രോമിസ്. ഞാൻ നിനക്കൊരു വാഗ്ദത്തം തരികയാണ്. ദൈവം നിനക്ക് വേണ്ടി ചിലത് കരുതും. പ്രൈസ് ദി ലോർഡ്. ദൈവം നിനക്ക് വേണ്ടി ചിലത്, പ്രൈസ് ദി ലോർഡ്, ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം കെരീത്ത് തോട്ടിൽ നിന്ന് താൻ പോകുമ്പോൾ ദൈവം തന്നോട് വീണ്ടും പറയുകയാണ്, സാരേഫാത്തിൽ നിനക്ക് വേണ്ടി ഞാനൊന്ന് ഒരുക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ആ ഇടമെന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്ലേസ് ഓഫ് പ്രോമിസ്. ദൈവം നമുക്ക് വാഗ്ദത്തം നൽകിയ ഇടങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, നാം ദൈവം ആഗ്രഹിക്കുന്ന ആ ഇടത്തിലേക്ക് പോകാനൊന്ന് എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. അവിടെ ഹല്ലേലൂയ ഏലിയാവിനോട് പറയുന്നു, നീ ഇവിടെ നിന്ന് പുറപ്പെടുക. 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, നീ എഴുന്നേൽക്കുക. എങ്ങോട്ടാ എഴുന്നേൽക്കേണ്ടത്? വി നീഡ് ടു റൈസ് ടു ദാറ്റ് പ്രോമിസ് പ്ലേസ്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ ഒരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തത്തിനായിട്ട് നാം എഴുന്നേൽക്കണം. വാഗ്ദത്തത്തിനായിട്ട് നാം പുറപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ദൈവം പലപ്പോഴും നമ്മളെ സഹായിക്കാനായിട്ട് റെഡിയാണ്. ദൈവം പലപ്പോഴും നമ്മെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ തയ്യാറാണ്. ദൈവം നമുക്ക് പ്രാർത്ഥനകൾക്ക് മറുപടി നൽകി നമ്മളെ അനുഗ്രഹിക്കാൻ തയ്യാറാണ്. അൺലെസ് ആൻഡ് അൺടിൽ വി ആർ ഏബിൾ ടു റൈസ് അപ്പ് ടു റീച്ച് ദാറ്റ് പ്രോമിസ്. ഇവിടെ ഏലിയാവിനോട് അവിടെ പറഞ്ഞിട്ട് ഏലിയാവ് അവിടെ തന്നെ കൊട്ടാരത്തിലോ തന്റെ വീട്ടിലോ ഇരുന്നിരുന്നെങ്കിൽ ഈ പ്രോമിസ് തനിക്ക് കിട്ടത്തില്ല. സോ ഗോഡ് ഹാസ് എ ക്ലിയർ പ്രോമിസ്. യു ഹാവ് ടു റൈസ് അപ്പ് ആൻഡ് ഗോ ടു കെരീത്ത്. യു ഹാവ് ടു റൈസ് അപ്പ് ആൻഡ് ഗോ ടു സാരേഫാത്ത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ഒരുക്കുന്ന കെരീത്തും നമുക്ക് വേണ്ടി ഒരുക്കുന്ന സാരേഫാത്തും ഇറ്റ്സ് എ പ്രോമിസ്ഡ് പ്ലേസ്. ദൈവം നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത ഇടമാണ്. ദൈവം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലെ ഒരു പ്രോമിസ് നൽകിയിട്ടുണ്ട്. ഇന്ന് ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് നിങ്ങളെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വാഗ്ദത്തം ഒരുക്കിയിട്ടുണ്ട്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രോമിസ് തന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, റൈസ് അപ്പ്, എഴുന്നേൽക്കുക. എഴുന്നേറ്റിട്ട് ആ വാഗ്ദത്തത്തിനായിട്ട് നാം മുന്നോട്ട് നീങ്ങുക. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനത്തിൽ 4-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഹല്ലേലൂയ, വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിക്കാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമാണ് നമ്മളോട് പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവമാണ് നമ്മളോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കാൻ അവൻ ശക്തനാണ്. അവന് കഴിവില്ലായ്മയില്ല. നമ്മുടെ കർത്താവിന് ഹല്ലേലൂയ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊന്നില്ല. ഇവിടെ പലർക്കും പറ്റാതിരിക്കുമ്പോൾ എൻ്റെ ദൈവം എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കാൻ അവൻ ശക്തനാണ്. ദൈവം ഈ ദേശത്ത് നിങ്ങളെ കൊണ്ടുവരുമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തമായിരുന്നുവെങ്കിൽ ദൈവം അത് നിവർത്തിക്കാൻ ശക്തനായ ദൈവമാണ്. ദൈവം നിങ്ങൾക്ക് ഈ ദേശത്ത് ഒരു ജോലി നൽകി നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ദൈവമാണ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തരാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് നാം പിൻപറ്റുന്നത്. സോ the one thing that we need to do, rise up. ഒന്ന് എഴുന്നേൽക്കുക, പുറപ്പെടുക. എങ്ങോട്ട്? ദൈവം വാഗ്ദത്തം ചെയ്തതിലേക്ക് നീങ്ങുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെയാണ് we will see the there. അവിടെയാണ് നാം പറയുന്ന അവിടെ എന്നുള്ള ഇടം എത്തുന്നത്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും വാഗ്ദത്തം കേൾക്കുന്നത് ദുർലഭമായതുകൊണ്ടല്ല. We receive enormous promises from God, but we are unable to rise up and to move forward. നമ്മൾ വാഗ്ദത്തത്തിന് വേണ്ടി മുന്നോട്ട് പോകാനായിട്ടിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഏലിയാവിനെ സംബന്ധിച്ച് ആ അവിടെ എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ പ്ലേസ് ഓഫ് പ്രോമിസ്. ദൈവം തനിക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത, ദൈവം തനിക്ക് വേണ്ടി ഒരുക്കിയ ഇടമായിരുന്നു ഈ പ്രത്യേകമായ ഇടം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തം ചെയ്ത ദൈവം അത് വാക്ക് പാലിക്കാൻ ശക്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം, there is the place of പ്രൊവിഷൻ. ദൈവത്തിൻ്റെ കരുതലുകളുടെ ഇടമായിരുന്നു. ഇറ്റ് വാസ് എ പ്ലേസ് ഓഫ് പ്രൊവിഷൻ. എങ്ങനെയാ അവിടെ വായിക്കുന്നത്? തോട്ടിൽ നിന്ന് കുടിച്ചതിന് ശേഷം താൻ മുന്നോട്ട് പോകുമ്പോൾ 6-ാമത്തെ വാക്യം, കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്ത് അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും. തോട്ടിൽ നിന്ന് അവന് വെള്ളവും കുടിക്കാം. പ്രൈസ് ദി ലോർഡ്. അത് 9-ാമത്തെ വാക്യത്തിൽ താഴോട്ട് വായിക്കുമ്പോൾ
അവിടെ നാം കാണുന്നത് സാരെഫാത്തിൽ ചെന്ന് അവിടെ ചെന്ന് പുലർത്തേണ്ടതിന് അവിടെ ഉള്ള ഒരു വിധവയോട് താൻ കൽപ്പിച്ചിട്ടുണ്ട്. അതിന്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ എന്ത് ചെയ്തു? അഹോവർത്തി കഴിച്ചു. അവിടെ സാരെഫാത്തിലെ വിധവയുടെ കലത്തിലെ മാവ് കുറഞ്ഞു പോകാതെ ഏലിയാവിനെ എന്ത് ചെയ്തു? അവൻ അവിടെ പുലർത്തി. 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, രാവിലെയും വൈകിട്ടും മുടങ്ങാതെ ടൈം തെറ്റാതെ കാക്ക ഇറച്ചിയും അപ്പവുമായിട്ട് വരുന്നു. പ്രൈസ് ദി ലോർഡ്. സകല പ്രകൃതി നിയമങ്ങളെയും തെറ്റിച്ചുകൊണ്ടാണ് ദൈവം തൻ്റെ പ്രൊവിഷൻ ഒരുക്കിയിരിക്കുന്നത്. ഒരു കാക്കയുടെ കയ്യിൽ ഒരു ഇറച്ചിയും ഒരു അപ്പവും കിട്ടിയാൽ പ്രൈസ് ദി ലോർഡ്, കാക്ക എന്ത് ചെയ്യുന്നു? അത് അന്നേരം ഭക്ഷിച്ച് തൻ്റെ ഉള്ളിലാക്കും. എന്നാൽ രാവിലെയും വൈകുന്നേരവും സമയം തെറ്റാതെ, അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരവും ദൈവത്തിൻ്റെ പ്രൊവിഷൻസ്, ഇറ്റ് വാസ് വെരി ക്ലിയർ. രാവിലെയും വൈകുന്നേരവും ദൈവം ഒരുക്കിയിട്ടുണ്ട്. സാരെഫാത്തിലെ വിധവയുടെ കലത്തിൽ ഭരണിയിലെ എണ്ണയും തീരാതെ കലത്തിലെ മാവ് കുറയുന്നില്ല. ഇറ്റ് വാസ് സംതിങ് അഗൻസ്റ്റ് ദി നാച്ചുറൽ ലോ. അതായത് ഒരു വെള്ളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ജാറിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ടിരുന്നാൽ അത് തീരും, ഒരു എണ്ണ എടുത്തുകൊണ്ടിരുന്നാൽ അത് തീരും, ഒരു കലത്തിലെ മാവ് എടുത്തുകൊണ്ടിരുന്നാൽ അത് തീരും. പക്ഷെങ്കിൽ ഈ മാസങ്ങൾ മുഴുവനും കലത്തിലെ മാവ് തീർന്നു പോയില്ല, എണ്ണ തീർന്നു പോയില്ല. പ്രൈസ് ദി ലോർഡ്. നാം ദൈവം ആഗ്രഹിക്കുന്ന ഇടങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ കലവറകൾ ഒരിക്കലും നമുക്ക് വേണ്ടി കുറഞ്ഞു പോകത്തില്ല. ദൈവത്തിന്റെ സമയം ഒരിക്കലും നമുക്ക് വേണ്ടി മാറ്റപ്പെടുകയില്ല. രാവിലെ എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ, വൈകുന്നേരം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം തന്നെ. കലത്തിലെ മാവ് കുറഞ്ഞു പോകാതെ, ഭരണിയിലെ എണ്ണ തീർന്നു പോകാതെ ദൈവത്തിന്റെ കരുതലുകൾ കാണാൻ കഴിയും. when you are there. Praise the Lord. എവിടെയാണോ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന അവിടെ എത്തുമ്പോൾ we could experience his provision. കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവെ ഞങ്ങൾക്ക് തരണമേ, കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, കർത്താവെ ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി തരണമേ. എന്നാൽ നമ്മൾ കർത്താവ് തരും. He will send his raven. അവൻ കാക്കയെ അയക്കും. Praise the Lord. But it will come to Kerith only. അത് എവിടോട്ടാ വരുന്നത്? അവന് ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ട് അവിടെ കൊടുക്കണമെന്ന്. Praise the Lord. അവന് ദേശത്ത് മുഴുവൻ ക്ഷാമം ഉണ്ടാകുമ്പോഴും അവന് ഭക്ഷിക്കാനുള്ള അപ്പവും എല്ലാം റെഡിയാക്കാനായിട്ട് ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതിന് വേഷെങ്കിൽ എവിടെ എത്തണം? He has to reach Sarephath. അവൻ സാരെഫാത്തിലെത്തണം. So Kerith and Sarephath was the place of God's provision. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു കെരീത്ത് ഉണ്ടെങ്കിൽ ഓർത്തോണം, അത് ദൈവത്തിന്റെ കരുതുന്ന ഇടമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു സാരെഫാത്ത് ഉണ്ടെങ്കിൽ ഓർത്തോണം, ദാറ്റ് ഈസ് എ പ്ലേസ് വെയർ വി ആർ ഓട്ട് ടു ബി. അവിടെയാണ് നാം ആയിരിക്കേണ്ടത്. ദൈവം ഒരുക്കുന്ന ഇടങ്ങളിൽ, ഹല്ലേലൂയ, അവിടെ സാരെഫാത്താണ്. ദൈവം ഒരുക്കുന്ന ഇടങ്ങൾ ഒരു കെരീത്താണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെ പ്രകൃതി നിയമം വരെ തെറ്റിച്ചുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ഏലിയാവിന് വേണ്ടി പോഷിപ്പിക്കുന്നു, ഏലിയാവിന് വേണ്ടി കരുതുന്നു, ഏലിയാവിന് വേണ്ടി ദൈവം അയക്കുന്നു, സാരെഫാത്തിൽ ഒരു വിതക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരുക്കിയിട്ടുള്ളത്, ദൈവം തന്റെ ജനത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ആർക്കും കാണാൻ പറ്റാത്തതാണ്, ആരുടെ ഹൃദയത്തിൽ തോന്നാത്തതാണ്, ആരുടെയും കണ്ണുകളിൽ കാഴ്ചകളിൽ കാണാത്തതാണ്. അഗോചരങ്ങളായ ദൈവികമായ കരുതലുകൾ അനുഭവിക്കണമെങ്കിൽ വി ഷുഡ് ബി there. നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന ഇടത്ത് എത്തിയാൽ വി കുഡ് എക്സ്പീരിയൻസ് ഗോഡ്സ് പ്രൊവിഷൻ. പ്രൈസ് ദി ലോർഡ്. അവിടെ വെച്ച് നമുക്ക് ദൈവത്തിന്റെ കരുതൽ കാണാൻ കഴിയും. ദൈവം എങ്ങനെയാണ് നമ്മെ വഴി നടത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു കാര്യം അവിടെ വീണ്ടും നമ്മൾ കാണുന്നത് 9-ാമത്തെ വാക്യം വീണ്ടും വായിക്കുമ്പോൾ 4:9 തന്നെ വീണ്ടും വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, തോട്ടിന്റെ അരികത്ത് നീ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് 9-ാമത്തെ വാക്യം വായിക്കുമ്പോഴും അവിടെ ഞാൻ വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു. സോ ദാറ്റ് ഈസ് എ പ്ലേസ്, ഓർ there is a place of God's providence. ദൈവം നമുക്ക് വേണ്ടി അവിടെ കരുതിയിട്ടുണ്ടെന്നാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ God works in both ends. അതായത് ഈ ഏലിയാവിനെ ഇവിടേക്ക് ഏലിയാവിനോട് പറയുമ്പോൾ തന്നെ he made the provisions already.
ദൈവം ഏലിയാവിനെ ഈ പ്രവചനം നടത്താനായി ആഹാബിന്റെ അടുക്കൽ പോകുമ്പോഴും ആഹാബിനോട് സംസാരിക്കുമ്പോഴും പ്രവചിക്കുമ്പോഴും ദേശത്ത് ക്ഷാമം ഉണ്ടാകുമ്പോഴും ഒക്കെയും he could not see the raven or the widow of the സാരെഫാത്തിലുള്ള വിധവയോ അല്ലെങ്കിൽ ഈ കാക്കയോ ആർക്ക് കാണാൻ കഴിയുന്നില്ല, ഏലിയാവിന് കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഏലിയാവിനോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, ഐ ഹാവ് ഓൾറെഡി പ്രിപ്പയർഡ് ഇറ്റ്, ഐ ഹാവ് ഓൾറെഡി പ്ലാൻഡ് ഇറ്റ്, ദർ ഈസ് എ പ്രൊവിഡൻസ് ഓൾറെഡി കെപ്റ്റ്, അവിടെ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതെന്നെ വളരെ ചിന്തിപ്പിച്ചു. ഹല്ലേലൂയ. ദൈവം ഓൾറെഡി, ദി എൻഡ് ഈസ് ഓൾറെഡി ഡിസ്റ്റൈൻഡ് ബൈ ഗോഡ്. അതിന്റെ അവസാനത്തിങ്കിൽ എന്താ വേണ്ടിയെന്നുള്ളത് ദൈവം ഓൾറെഡി നിർണയിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ആവശ്യം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദൈവം ആ ആവശ്യത്തെ ക്രമീകരിച്ചിട്ടുണ്ട്. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലതിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും പലതിനു വേണ്ടി ജാഗരിക്കുമ്പോഴും ഹി ഹാസ് എ സൊല്യൂഷൻ ഓൾറെഡി പ്ലാൻഡ്. അവൻ അതിന് നമുക്ക് വേണ്ടി ഒരു ക്രമീകരണം ചെയ്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ ഞാൻ ഈ വചനങ്ങൾ ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായിട്ട് എന്നെ ബലപ്പെടുത്തിയ ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹി ഹാസ് സീൻ ഓൾറെഡി ദി എൻഡ്. എന്താണ് ഇതിന്റെ പര്യവസാനം എന്ന് ദൈവം കണ്ടിട്ടുണ്ട്. ഹി ഹാസ് ഓൾറെഡി സീൻ ദി മെയ്ഡ് ദി പ്രൊവിഷൻസ്. അത് ആ വാക്ക് എന്നെ വളരെ ചലഞ്ച് ചെയ്യിച്ചു. കാക്കയോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എടാ ഏലിയാവ് ഇങ്ങനെ ഈ ഒരു സമയത്ത് പ്രവചിക്കും, അതിനുശേഷം ഇവിടെ ഒരു ക്ഷാമം ഉണ്ടാകും, ഈ ക്ഷാമം ഉണ്ടാകുമ്പോൾ നിന്റെ ജോലിയാണ് രാവിലെയും വൈകിട്ടും അവിടെ ചെന്ന് ഏലിയാവിന് ഭക്ഷണം കൊടുക്കാനായിട്ട്. സാരെഫാത്തിലെ വിധവ ഏതോ രാജ്യത്ത് ഏതോ സ്ഥലത്ത് കിടക്കുന്നു, അവളോടും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് മാറും, അവൾക്ക് ഇത് ഒരുക്കി കൊടുക്കാൻ ഒരു പ്രവാചകൻ അവളുടെ വീട്ടിൽ വരുമെന്ന്. ഇറ്റ് വാസ് ഓൾറെഡി പ്ലാൻഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. ഫോർ ഗോഡ് അവർ ടുമാറോ ഈസ് റൈറ്റ് നൗ. നമ്മുടെ നാളുകൾ ദൈവത്തിന് ഇന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി നാളെ ആയിരിക്കാം ദാറ്റ് റേവൻ വുഡ് കം. നമുക്ക് വേണ്ടി സാരെഫാത്ത് നാളെ ആയിരിക്കും സംഭവിക്കുന്നത്. എന്നാൽ ദൈവത്തിന് വേണ്ടി അത് ഇന്നേ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. സോ ദർ ഈസ് നോ സംതിങ് ലൈക്ക് കോയിൻസിഡൻസ്. ദൈവത്തിന് ഒരിക്കലും ആക്സിഡന്റലായിട്ട് അയ്യോ അങ്ങനെ പറ്റിപ്പോയത് കൊണ്ട് നമുക്കെന്നാ ഇങ്ങനെ പോകാം ഒന്നില്ല. ഗോഡ് നെവർ റിലേ ഓൺ എനിത്തിങ് ആക്സിഡന്റലി. കോയിൻസിഡന്റ് ആയിട്ട് ഒരു കാര്യവും നടക്കുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം പ്ലാൻ ചെയ്തതേ നടക്കുന്നുള്ളൂ. സോ നമ്മുടെ ഉത്തരവാദിത്വം ദൈവത്തിന്റെ പ്ലാനിലൂടെ ആ പറഞ്ഞ കരിയത്തിൽ എത്തുക എന്നുള്ളതാണ്. നാം ദൈവത്തിന്റെ പ്ലാൻ പ്രകാരം വി നീഡ് ടു ബി ദെയർ. ഹല്ലേലൂയ. സാരെഫാത്തിൽ എത്തുക എന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മളെ സംബന്ധിച്ച് ഒരു പ്ലാൻ ബി ഇല്ല പ്രിയപ്പെട്ടവരെ. നമുക്കാണ് പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി. പ്രൈസ് ദി ലോർഡ്. ഒന്ന് തെറ്റിയാൽ അടുത്തത് പിടിക്കാം, ഇതല്ലെങ്കിൽ അടുത്തത് പോകാം എന്ന് നമുക്ക് ചിന്തയുണ്ട്. എന്നാൽ ദൈവത്തിനെ സംബന്ധിച്ച് ഹി ഹാസ് ഓൺലി വൺ പ്ലാൻ. അയ്യോ തെറ്റിപ്പോയി, ദൈവം പറഞ്ഞു അയ്യോ എന്റെ കാൽക്കുലേഷൻ ഒന്ന് മാറിപ്പോയി, നമുക്ക് അടുത്തത് മാറ്റി പിടിക്കാം എന്നില്ല. ഹി ഹാസ് ഓൾറെഡി പ്ലാൻഡ് എവരിതിങ്. ഹി ഹാസ് എ പ്ലാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എബ്രായ ബാലന്മാര് ഹല്ലേലൂയ രാജാവ് നിർത്തിയതായ വിഗ്രഹത്തിന് മുമ്പിൽ നമസ്കരിക്കാതെ അതിന്റെ നടുവിൽ എന്ത് ചെയ്യണമെന്ന് പകച്ചു നിന്നപ്പോൾ ഹല്ലേലൂയ ഞങ്ങൾ രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയില്ല എന്ന് എബ്രായ ബാലന്മാർ പറഞ്ഞപ്പോഴും ദൈവത്തിന് പ്ലാൻ ഉണ്ട്. അവൻ തീച്ചൂളയിലിടുമ്പോൾ നാലാമനായി അവിടെ ഇറങ്ങി വരണമെന്ന് ദൈവം ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടുമ്പോൾ ദാനിയേലിന് വേണ്ടി എ പ്ലാൻ, ബി പ്ലാൻ, സി പ്ലാൻ ദൈവത്തിനില്ല. ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്. സിംഹക്കുഴിയിൽ ഹല്ലേലൂയ വീഴുന്ന ദാവീദിനെ രക്ഷിക്കാൻ അവരുടെ അടുക്കിലേക്ക് എത്തിച്ചേരണം. പ്രൈസ് ദി ലോർഡ്. സോ ഗോഡ് നെവർ plays accidentally. God never works coincidentally. ദൈവം ഒരിക്കലും സന്ദർഭവശാൽ പ്രവർത്തിക്കുന്നവനല്ല. ദൈവം ഒരിക്കലും സാഹചര്യങ്ങൾ നോക്കി പ്രവർത്തിക്കുന്നവനല്ല. ദൈവം നമുക്ക് വേണ്ടി നേരത്തെ he has made the providence. ഹല്ലേലൂയ. ആ വാക്ക് വളരെ ശക്തമാണ്. അവൻ കൽപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അധികാരികളുടെ ഹൃദയങ്ങളോട് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അധികാരികളുടെ മനസ്സിനോട് ദൈവം ഇടപെട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഈ ദിവസങ്ങളൊക്കെ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ സഭയുടെ വിഷയങ്ങളും പ്രത്യേകിച്ച് ഞങ്ങളുടെയൊക്കെ വിസയുടെ വിഷയം. കുഞ്ഞുങ്ങൾ നാട്ടിൽ നിന്ന് കടന്നു വന്നു, ഇവിടെ അവർ അഡ്മിഷൻ എടുക്കാതെ ഇങ്ങനെ അവർ വീട്ടിലിരിക്കുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ നോർമലി കൈൻഡ് ഓഫ് ഒരു തിങ്കിങ് തോട്ട്സ് ഒക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ഈ വചനം ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വളരെ ദൈവം ശക്തമായി ഇടപെട്ട ഒരു കാര്യമാണ്. ഗോഡ് ഈസ് ഓൾറെഡി പ്രൊവൈഡഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഓൾറെഡി അത് ക്രമീകരിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഓൺ ഗോഡ്സ് പ്രൊവിഡൻസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സകലതും കഴിയും. He has definitely placed a plan.
കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഇടം, ദയർ, അവിടെ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്ലേസ് ഓഫ് പ്രൊവിഡൻസ്. ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് പ്രൊവിഡൻസ്. അടുത്തത് നമ്മളവിടെ വായിക്കുമ്പോൾ 6-ാമത്തെ വാക്യം പ്രത്യേകിച്ച് വായിക്കുമ്പോൾ, കാക്ക രാവിലെയും വൈകുന്നേരവും വരുന്നു. അതുമാത്രമല്ല, സാരെഫാത്തിലെ വിധവയുടെ കലത്തിലെ മാവ് കുറഞ്ഞു പോകുന്നില്ല, എണ്ണ തീർന്നു പോകുന്നില്ല. ഇനി അതല്ല, ഈ അധ്യായങ്ങളിൽ സീരീസ് ഓഫ് മിറക്കിൾസ് നമ്മൾ കാണുന്നുണ്ട്. 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വീണ്ടും ഒരു മരിച്ച വ്യക്തി ഉയർക്കുന്നു. ഇങ്ങനെ ഒന്ന് വേണ്ട, ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടിട്ട് കുട്ടിയുടെ പ്രാണൻ അവനിലേക്ക് മടങ്ങി വന്നു. സോ ഡെഡ് വൈൻ റൈസസ്. സാരെഫാത്തിലെ വിധവയുടെ കലത്തിലെ മാവ് തീർന്നു പോകാതെ അത് വർദ്ധിച്ചു വരുന്നു. ഭരണിയിലെ എണ്ണ തീർന്നു പോകുന്നില്ല. കാക്ക അതിന് ലഭിക്കുന്ന ഭക്ഷണം തിന്നാതെ ഓടി വന്ന് ഏലിയാവിന് കൊടുക്കുന്നു. ഇതിന് പറയുന്ന പേരാണ് ദി പവർ ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതിന് പറയുന്ന പേരാണ് ദൈവശക്തി. പ്രൈസ് ദി ലോർഡ്. സ്വന്തമായി ലഭിച്ച ഭക്ഷണം കൊത്തിപ്പറിച്ച് റാഞ്ചി പോകുന്ന റാവൻ കാക്കകൾ ഒരിക്കൽ പോലും ഭക്ഷണം മറ്റൊരാൾക്ക് പങ്കുവെക്കാതെ സ്വന്തമായി അത് റാഞ്ചിക്കൊണ്ട് പോകുന്ന ഒരു കാക്കയ്ക്ക് ഇത് എനിക്കല്ല, ഇത് ഭക്തനായ ഏലിയാവിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് കൊടുക്കണമെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ദി പവർ ഓഫ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. കലത്തിൽ ഇരിക്കുന്ന മാവ് എടുക്കും തോറും തീർന്നു പോകേണ്ടതാണ് നാച്ചുറൽ ലോ അനുസരിച്ച്. എന്നാൽ അത് തീർന്നു പോകാതിരിക്കുന്നതിന്റെ പിന്നിൽ ദാറ്റ് ഈസ് നോട്ട് മാജിക്, ബട്ട് ഇറ്റ് ഈസ് കോൾഡ് ദ പവർ ഓഫ് ഗോഡ്. കലത്തിലെ അല്ലെങ്കിൽ ഭരണിയിലെ എണ്ണ പ്രൈസ് ദി ലോർഡ് ഒഴിക്കും തോറും അത് തീർന്നു പോകണം. എന്നാൽ അത് തീരാതിരിക്കുന്നതിന്റെ പേര് മാജിക് എന്നല്ല, ഇറ്റ് ഈസ് കോൾഡ് ദ പവർ ഓഫ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. മരിച്ചയാള്, പ്രാണൻ വിട്ടയാള്, അവന്റെ മേൽ തിരിച്ച് പ്രാണൻ വരുന്നത് ഇറ്റ്സ് നോട്ട് ബിലീവബിൾ ടു ദി മെഡിക്കൽ സയൻസ്. ഒരിക്കലും സയൻസ് അത് പ്രൂവ് ചെയ്യത്തില്ല. സയൻസിന് അതിന് റീസൺ പറയാനില്ല. അതിന് പറയുന്ന പേരാണ് ദ റീസൺ ഈസ് കോൾഡ് ദി പവർ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ശക്തിയാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് മഹത്വം കരേറ്റിയാട്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവശക്തി അനുഭവിച്ചിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ശക്തി അനുഭവിച്ച പ്രിയപ്പെട്ടവർ ദൈവത്തെ ചേർന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. അപ്പോൾ ഈ കാക്കയും സാരെഫാത്തിലെ മാവും മരിച്ചയാൾ ഉയർക്കുന്നതെല്ലാം കണ്ട ഏലിയാവിന് മനസ്സിലായി, I would not be able to see and experience this power if I would be in the palace. ഞാൻ ഈ കൊട്ടാരത്തിലോ എൻ്റെ സൗകര്യത്തിനോ എൻ്റെ ഇടത്തോ ഇരുന്നിരുന്നെങ്കിൽ ഐ കുഡ് നോട്ട് എക്സ്പീരിയൻസ് ദിസ് പവർ. നിങ്ങൾക്ക് ഈ പകൽക്കാലം ദൈവത്തിന്റെ ശക്തി തിരിച്ചറിയണമോ? വി ഹാവ് ടു മൂവ് ഫോർവേഡ്, അറൈസ് ആൻഡ് റീച്ച് ടു ദി പ്ലേസ് കോൾഡ് ദയർ. അവിടേക്ക് എത്തുക. അവിടെ എത്തിക്കഴിയുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ ശക്തി നിങ്ങൾക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ പലപ്പോഴും ഹല്ലേലൂയ നാം പ്രാർത്ഥിച്ച ഇടങ്ങളിൽ നിന്ന് ദൈവം നമ്മെ ഉയർത്തി, ദൈവം നമ്മെ കരം പിടിച്ച് ഉയർത്തി ആക്കി വെച്ച ഇടങ്ങളിലെല്ലാം ദൈവശക്തി അനുഭവിച്ചിട്ടില്ലേ? ഹല്ലേലൂയ. രോഗിയായി തീർന്ന അനുഭവത്തില് ഹല്ലേലൂയ പ്രാർത്ഥിച്ചിട്ടും വിടുതൽ കിട്ടാതിരുന്നപ്പോൾ പ്രാർത്ഥനാ മുറിയിലേക്ക് നാം കടന്നു വന്നിരിക്കുന്ന നിമിഷത്തിൽ നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകിയപ്പോൾ it became a place where we can see the power of God. So ഏലിയാവിന് മനസ്സിലായി, the place where he was supposed to be, there it was a place of God's power. Praise the Lord. Hallelujah. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒന്നുകൂടെ ഓർപ്പിച്ചുണർത്തട്ടെ. കെരീത്തും സാരെഫാത്തും ഇറ്റ് വാസ് എ പ്ലേസ് ഓഫ് പ്രോമിസ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ദൈവം പറഞ്ഞ അവിടെ എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ പ്ലേസ് ഓഫ് പ്രോമിസ്. ദൈവം പറഞ്ഞ അവിടെ എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരുതലിന്റെ ഇടമായിരുന്നു. ഇറ്റ് വാസ് എ പ്ലേസ് ഓഫ് പ്രൊവിഷൻ. ദൈവം പറഞ്ഞ അവിടെ എന്ന് പറഞ്ഞ ഇടം ഇറ്റ് വാസ് എ പ്ലേസ് ഓഫ് പ്രൊവിഡൻസ്. ദൈവം തനിക്ക് വേണ്ടി സ്റ്റോക്ക് ചെയ്ത, ദൈവം ഓൾറെഡി ക്രമീകരിച്ചു വെച്ച ഇടമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ദൈവം പറഞ്ഞ ഇടം ഇറ്റ് വാസ് ദ പ്ലേസ് വെയർ ഹി ക്യാൻ മാനിഫെസ്റ്റ് ആൻഡ് സീ ഗോഡ്സ് പവർ. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ശക്തി നമുക്കൊന്ന് അനുഭവിച്ചറിയണം.
അസാധ്യങ്ങളെ സാധിപ്പിക്കാൻ കഴിയുന്ന ദൈവശക്തിയുടെ ഇടത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരണം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മറുപടി നൽകുന്ന ദൈവമാണെന്ന് ദൈവശക്തി അസാധ്യങ്ങളുടെ നടുവിലാണ് വെളിപ്പെടേണ്ടത്. നമുക്ക് പക്ഷേ കാൽക്കുലേഷൻസ് കാണും. കർത്താവേ, ഇങ്ങനെയൊക്കെയാണ് പോകേണ്ടത്, ഇതൊക്കെയാണ് അതിന്റെ പ്രൊസീജിയർ, ഇതൊക്കെയാണ് അതിന്റെ രീതികൾ. എന്നാൽ ദൈവശക്തിക്ക് അൺനാച്ചുറൽ ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് കഴിയും. ദൈവത്തിന്റെ ശക്തിക്ക് അസാധാരണമായി പ്രവർത്തിക്കാൻ കഴിയും. ദൈവത്തിന്റെ ശക്തിക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിചാരിക്കും ദിസ് ഈസ് ദ ലോ. ഹല്ലേലൂയ. യെസ്, ഓഫ് കോഴ്സ്. ഒരു സയന്റിസ്റ്റിനോട് ചോദിച്ചാൽ പറയും ഒരിക്കലും സാധിക്കത്തില്ല, തീർന്നു പോകുന്ന മാവിനെ തിരികെ കൊണ്ടുവരാൻ കഴിയത്തില്ല. ഒരു ഡോക്ടറിനോട് ചോദിച്ചാൽ പറയും മരിച്ച ആളിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു മൃഗ എക്സ്പെർട്ടിനോട് പറയാം ലഭിച്ച ഭക്ഷണം ഒരിക്കലും അത് മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുന്നതല്ല പ്രാണികൾ, ജീവികൾ. അങ്ങനെയെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഈ നിയമങ്ങളെ തെറ്റിക്കാൻ കഴിയുന്ന, ഈ നിയമങ്ങളെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവശക്തി ഉണ്ട്. ആ ദൈവശക്തി അനുഭവിക്കുന്ന ഇടത്ത് നാം ആയിരിക്കുന്നുവെങ്കിൽ നമുക്ക് വി കുഡ് എക്സ്പീരിയൻസ് ദാറ്റ് ഗോഡ്സ് പവർ. പ്രൈസ് ദി ലോർഡ്. അഞ്ചാമത്തെ കാര്യം നമുക്ക് അവിടെ കാണാൻ കഴിയുമ്പോൾ, ഈ ഏലിയാവിനോട് സംബന്ധിച്ച് ഈ കെരീത്തും സാരെഫാത്തും ഇറ്റ് വാസ് എ പ്ലേസ് ഓഫ് പ്രൊട്ടക്ഷൻ. കാരണം ഏലിയാവ് ആഹാബിന്റെ മുഖത്ത് നോക്കിയാ പറഞ്ഞത് മഞ്ഞും മഴ ഉണ്ടാകാതെ ഞാൻ പറഞ്ഞിട്ടേ ഇനി ദേശത്ത് മഴ പെയ്യത്തുള്ളൂ. പറഞ്ഞിട്ട് പോകാൻ എളുപ്പമാ. പക്ഷെ പോയ നിമിഷം തൊട്ട് ആഹാബ് വാണ്ടഡ് നോട്ടീസ് കൊടുക്കുകയാണ്, അറസ്റ്റ് വാറണ്ട് കൊടുത്തിരിക്കുകയാണ്. എങ്ങനെയാലും ദാവീദിനെ ഏലിയാവിനെ ഇസബേൽ പ്രത്യേകിച്ച് അത് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. പറഞ്ഞവനെ പിടിച്ച് അന്നേരമേ അവന് വേണ്ട ശിക്ഷ കൊടുക്കണം. സോ ഫോർ ആഹാബ് ആൻഡ് ഇസബേൽ, ഏലിയ വാസ് എ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ. കാരണം പറഞ്ഞ് ദേശത്തെ ശപിച്ച് മഞ്ഞും മഴയും നിർത്തി ഓഫാക്കി വെച്ച് പോയേക്കുന്നവനാണ്. അവനെ പിടിക്കണമെന്നുള്ളത് പ്രൈസ് ദി ലോർഡ് രാജകൽപ്പനയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ സാരെഫാത്ത് എന്ന് പറയുന്ന സ്ഥലം എവിടെ നിന്നറിയാമോ? ആക്ച്വലി ഞാൻ പഠിച്ചു വന്നപ്പോൾ ഈ ഇസബേലിന്റെ ബാക്ക് യാർഡാണ്. ഇസബേലൊക്കെ ഇരിക്കുന്നതിന്റെ പുറവശമാണ് ഈ സാരെഫാത്ത് എന്ന് പറഞ്ഞാൽ ദൂരെ എങ്ങും അല്ല. അതൊന്നും അങ്ങ് ഒരു രാജ്യം വിട്ടിട്ടുള്ള ഇനിയും ഇന്റർനാഷണൽ ചാനലിൽ കൂടെ ഒന്നും കൊണ്ടുവരേണ്ട സ്ഥലത്തല്ല ഇരിക്കുന്നത്. മറിച്ച് ഇസബേലിന്റെ പുറകെ വശത്ത് ഇരിക്കുകയാണ് ആര്? ഈ ഏലിയാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഏലിയാവ് കെരീത്ത് തോട്ടിൽ ഓപ്പൺ സ്പേസിൽ ഇരിക്കുന്നു. ഏലിയാവിന് വേണമെങ്കിൽ ഓരോ ദിവസവും പേടിച്ചരണ്ടിരിക്കാം. കാരണം ആഹാബ് എന്തായാലും തന്റെ പടയാളികളെ ദേശം മുഴുവൻ വിട്ടിട്ടുണ്ട്. ഏലിയാവിന് വേണമെങ്കിൽ സാരെഫാത്ത് ചൂസ് ചെയ്യാതിരിക്കാം. ദൈവം ഏലിയാവിനോട് പറഞ്ഞു, നീ സാരെഫാത്ത് എന്ന് പറഞ്ഞാൽ തന്റെ തൊട്ടപ്പുറത്തെ സ്ഥലമാ. നീ പറയുന്ന പോലെ ഇച്ചിരി ദൂരോട്ടൊക്കെ ആണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ സേഫ്റ്റി തോന്നും. സാരെഫാത്തിൽ പോയാൽ ഈസിലി ദേ കുഡ് ക്യാച്ച് മീ, അവർക്ക് എന്നെ പെട്ടെന്ന് പിടിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം പറഞ്ഞു, വേണ്ട മോനെ, നീ സാരെഫാത്തിൽ ഇരുന്നാൽ മതി, നീ കെരീത്തിൽ ഇരുന്നാൽ മതി, തോടിന്റെ അരികിൽ ഇരുന്നാൽ മതി, നീ ഗുഹകളിലോ അല്ലെങ്കിൽ ഒളിയിടങ്ങളിലോ ഒന്നും പാർക്കണ്ട. ഇഫ് ഐ ഹാവ് ടോൾഡ് യു ടു ഗോ ടു കെരീത്ത് ആൻഡ് ഇഫ് ഐ ഹാവ് ടോൾഡ് യു ടു ഗോ ടു സാരെഫാത്ത്, that would be also a place of protection. നിനക്ക് സുരക്ഷിതത്വം ഒരുക്കി തരുന്ന സ്ഥലം കൂടിയാണ് ഈ ഇടങ്ങൾ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ പലപ്പോഴും നമ്മൾ ഭയത്തോടെ ജീവിക്കുന്ന പലയിടങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് ഈ രാജ്യത്ത് നമ്മൾ ആയിരിക്കുമ്പോൾ വളരെ വളരെ ഭയത്തോടെയാണ് നമ്മൾ ആയിരിക്കുന്നത്. എങ്കിൽ കൂടി കർത്താവ് നമ്മളോട് പറയുന്ന ഒരു വാഗ്ദത്തമുണ്ട്. യു ആർ there for it's that would be a place of protection. നീ അവിടെ ആയിരിക്കുന്നുവെങ്കിൽ രാജു നിന്നെ പിടിക്കാൻ വരത്തില്ല. അവിടെ ആയിരിക്കുന്നുവെങ്കിൽ ഇസബേൽ നിന്നെ നോട്ട് ചെയ്യത്തില്ല. അവിടെ ആയിരിക്കുന്നുവെങ്കിൽ ദാറ്റ് വുഡ് ബി എ പ്ലേസ് ഓഫ് പ്രൊട്ടക്ഷൻ. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ സുരക്ഷിതത്വം അനുഭവിക്കുന്ന ഇടമാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഇടം. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ അവിടെ എന്ന് പറയുന്നിടത്ത് വി ആർ സേഫ്. ഹല്ലേലൂയ. ദൈവം നമ്മളോട് പറഞ്ഞ നീ അവിടേക്ക് പുറപ്പെടുക എന്ന് പറഞ്ഞ ആ അവിടെ, ഇറ്റ് ഇസ് എ പ്ലേസ് ഓഫ് ഗോഡ്സ് പ്രൊട്ടക്ഷൻ. അവിടെ ദൈവത്തിന്റെ കരുതൽ നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് കഴിയും. ഇന്ന് ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇഫ് യു ഫീൽ വെരി ഇൻസെക്യൂർ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സുരക്ഷിതമല്ല എന്ന് തോന്നുന്നുവെങ്കിൽ, ബിക്കോസ് ഓഫ് വേരിയസ് റീസൺസ്, ഒരുപക്ഷെ പല കാരണങ്ങളാൽ എൻ്റെ
ജീവിതം വളരെ സുരക്ഷിതമല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ, നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ, സഞ്ചരിക്കുന്ന മേഖലകളിൽ, കടന്നു പോകുന്ന മേഖലകളിൽ, ഇടപെടുന്ന സ്ഥലങ്ങളിൽ, ഇഫ് യു ഫീൽ ദാറ്റ് യുവർ സെൽഫ് ആർ ഇൻസെക്യൂർ, ഞാൻ വളരെ വർണബിൾ ആണ്, ഞാൻ ഇൻസെക്യൂർ ആണ് എന്ന് തോന്നുന്നുവെങ്കിൽ, ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇഫ് യു ആർ ദെയർ, നിങ്ങൾ അവിടെ ആയിരിക്കുന്നുവെങ്കിൽ, യു ആർ അണ്ടർ മൈ പ്രൊട്ടക്ഷൻ. ദൈവം നമ്മെ കരുതുവാൻ എത്ര ശക്തനായ ദൈവമാണ്. ദൈവം നമ്മെ വിടുവിക്കുവാൻ എത്രയോ ശക്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവസാനത്തെ ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. ദാറ്റ് there ഈസ് ദ പ്ലേസ് ഓഫ് പ്രിവിലേജ്. എന്ത് പ്രിവിലേജ് ആണ് ഏലിയാവിന് ലഭിച്ചത്? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ തൻ്റെ കണ്ണാലെ കാണാൻ കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതിൽ പരം ഒരു പ്രിവിലേജ് ഒരു ഭക്തന്റെ ജീവിതത്തിൽ വേണോ? പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരുക്കിയ അത്ഭുതം തൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. ഒരിക്കൽ പോലും ഏലിയാവ് കണ്ടിട്ടില്ല പ്രൈസ് ദി ലോർഡ് കാക്ക തനിക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവരുന്നത്. ഒരിക്കൽ പോലും ഏലിയാവ് കണ്ടിട്ടില്ല ഒരു വിധവയുടെ കലത്തിലെ മാവ് എടുക്കും തോറും തീരാതിരിക്കുന്നത്. ഒരിക്കലും ഏലിയാവ് കണ്ടിട്ടില്ല ഭരണിയിലെ എണ്ണ ഒരിക്കലും ഒഴിക്കും തോറും തീരാതിരിക്കുന്നത്. ഒരിക്കലും ഏലിയാവ് കണ്ടിട്ടില്ല മരിച്ചയാൾ ഉയർത്തെഴുന്നേൽക്കുന്നത്. ഇത് തൻ്റെ കണ്ണിന്റെ മുമ്പിൽ കാണാൻ കാഴ്ചയായി ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ദൈവം അവന് കൊടുത്ത ഭാഗ്യമാണ്, ദൈവം അവന് കൊടുത്ത പ്രിവിലേജ് ആണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ഇതുപോലെ പ്രിവിലേജ് തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് ഒരു രോഗസൗഖ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് വി ആർ പ്രിവിലേജ് ടു ഫീൽ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവം നമുക്കൊരു വിടുതൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവം മുമ്പാകെ പറയണം, കർത്താവേ, ഐ ആം മച്ച് പ്രിവിലേജ് ടു എക്സ്പീരിയൻസ് ഗോഡ്സ് ഗ്രേസ് ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് എന്നോട് കടാക്ഷം തോന്നിയെങ്കിൽ I am special. Praise the Lord. Hallelujah. How privileged I am. ദൈവം നമ്മളോട് ഇടപെടുന്നു എന്നുണ്ടെങ്കിൽ, that means we are under his care and concern. അതിൽ പരം ഒരു പ്രിവിലേജ് ഈ ലോകത്തിൽ വേണോ പ്രിയപ്പെട്ടവരെ? ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടിട്ട് നമുക്ക് മറുപടി തന്നു എന്നുണ്ടെങ്കിൽ, we are getting a privilege for hallelujah God's provision എന്ന് ഓർക്കുമ്പോൾ ദൈവത്തിന് മുമ്പിൽ എത്രമാത്രം നാം ദൈവസന്നിധിയിൽ സന്തോഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് ഞാനത് വ്യക്തമാക്കാം. ഉദാഹരണത്തിന്, ഇപ്പോൾ നിങ്ങളുടെ പാസ്റ്ററായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന എനിക്ക് ഇവിടെ ഈ ദേശത്ത് ശുശ്രൂഷിപ്പാനായിട്ടുള്ള വിസ ലഭിച്ചിട്ടില്ല, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇതാണ് സിനാരിയോ. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോടൊപ്പം ഒരു 10-11 പേരുണ്ട് കേട്ടോ, ഞാൻ ഒറ്റയ്ക്കല്ല, 10-11 പേരുണ്ട് ഇതേ സിനാരിയോയിൽ നിൽക്കുന്ന ഈ സമയത്ത്. പെട്ടെന്ന് ഇന്ന് എനിക്കൊരു കോള് വരികയാണ് മിനിസ്ട്രിയിൽ നിന്ന്. വി ഹാഡ് എ സ്പെഷ്യൽ കോൾ ഫ്രം ദി royal family or the king regarding you that we would like to give the every proceedings today itself എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് പ്രിവിലേജ്. ബിക്കോസ് 11 പേര് എന്നോടൊപ്പം ഈ സെയിം കാറ്റഗറി നിൽക്കുകയാണ്. എന്നെ മാത്രം വിളിച്ചിട്ട് ഇവിടുത്തെ രാജാവ് പറയുകയാണ്, ഇന്ന ആളെ ഒന്ന് വിളിച്ച് അദ്ദേഹത്തിന്റെ കാര്യം ഒന്ന് ശരിയാക്കി കൊടുക്കണം, അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ക്രമീകരിക്കണം എന്ന് പറഞ്ഞാൽ, ദാറ്റ് മീൻസ് പ്രിവിലേജ്. ബിക്കോസ് ഐ ആം alone experiencing a miracle in my life. ദേശത്ത് മുഴുവൻ ആളുകളും ക്ഷാമത്തിൽ കിടക്കുകയാണ്, പട്ടിണിയാണ്, ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആളുകളെല്ലാം എങ്ങനെ ജീവിക്കണമെന്ന് അറിയാതെ നെട്ടോട്ട് ഓടുമ്പോൾ ഇവിടെ ഒരാൾ ഇറച്ചിയും അപ്പവും കഴിച്ച് വളരെ സുഭിക്ഷമായിട്ട് ജീവിക്കുന്നു. സാരഫാത്തിലോട്ട് ചെന്നപ്പോൾ അവിടെ മാവ് കുറയുന്നുമില്ല. ഹല്ലേലൂയ. അവിടെ ഉള്ള എല്ലാവർക്കും വേണ്ടി അവിടെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പലർക്കും ലഭിക്കാതിരിക്കുമ്പോൾ, പലർക്കും നന്മകൾ തടയപ്പെട്ടപ്പോൾ, പലർക്കും ഹല്ലേലൂയ അത് ഒരുക്കപ്പെടാതിരിക്കുമ്പോൾ ലഭിക്കുന്നതിനെയാണ് പ്രിവിലേജ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഏലിയാവ്, he was a privileged man because he was there. അവൻ അവിടെ ആയിരുന്നത് കൊണ്ട് ഏലിയാവിന് ദൈവം ഒരുക്കിയ അനുഗ്രഹങ്ങൾ കാണാൻ കഴിഞ്ഞു. ദൈവം അവന് വേണ്ടി മാത്രം ഒരുക്കിയത് കാണാൻ കഴിഞ്ഞു. So that means it was a unlimited privilege. അവൻ ഒരു unprecedented privilege, മറ്റാർക്കും ലഭിക്കാത്ത ഒരു പ്രിവിലേജ് അവന് ലഭിക്കുവാനായിട്ടിടയായിരുന്നു. ഇതിനെല്ലാം ആകത്തുകയായി നമ്മൾ പറഞ്ഞ ഒറ്റ പദമേ ഉള്ളൂ. അതാണ്, ഒന്നുകൂടെ ഞാൻ പറയാം. പ്രൈസ് ദി ലോർഡ്. നീ ഇവിടെ നിന്ന് പുറപ്പെടണം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് എന്ത് ചെയ്യണം? അവിടെ പാർക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിന്ന് പുറപ്പെടണം, അവിടെ പാർക്കണം. അവിടെയാണ് നിനക്ക് വേണ്ടി ഒരുക്കുന്ന
വാഗ്ദത്തം, അവിടെയാണ് നിനക്ക് വേണ്ടി ഒരുക്കുന്ന കരുതൽ, അവിടെയാണ് നിനക്ക് വേണ്ടി ഒരുക്കുന്ന പ്രൊവിഡൻസ്, അവിടെയാണ് നിനക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ദൈവശക്തിയുടെ ഇടം, അവിടെയാണ് നിനക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന സംരക്ഷണം, അവിടെയാണ് നീ അനുഭവിക്കുന്ന പ്രിവിലേജ്. പ്രൈസ് ദി ലോർഡ്. ഈ പകൽക്കാലം ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന ദൈവമാണ്. ഈ ഭൗതിക ലോകത്ത് മാത്രമല്ല, നിത്യതയോളം നമ്മെ കൊണ്ടുപോകാനുള്ള യാത്രയിലാണ് നാം ആയിരിക്കുന്നത്. നമ്മളോട് ദൈവം പറയുന്നത്, ഇവിടുന്ന് പുറപ്പെടുക, എങ്ങോട്ട് ചെല്ലണം? അവിടേക്ക് ചെല്ലണം. പ്രൈസ്. അൾട്ടിമേറ്റ്ലി വി ആർ ഓൾ ഡെസ്റ്റൈൻഡ് ടു റീച്ച് ദാറ്റ് ഹെവൻലി അബൌട്ട്. ഹല്ലേലൂയ. അവിടെ എത്തിയില്ലെങ്കിൽ വി ആർ നോട്ട് റീച്ചിങ് ടു ദാറ്റ് പ്രോമിസ്. അവിടെ എത്തിയില്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ കരുതുന്നതിനെക്കാട്ടിലും 1000 അല്ല കോടിക്കണക്കിന് 10 മടങ്ങുള്ള പ്രൊവിഷൻസ് അവിടെ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ദൈവം ഓൾറെഡി ദി എൻഡ് ഹാസ് പ്രിപ്പയർഡ്. അവൻ നമുക്ക് വേണ്ടി വീടുകൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ പ്രതിഫലങ്ങൾ അവൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. സോ ദാറ്റ് ഈസ് എ പ്ലേസ് ഓഫ് പ്രൊവിഡൻസ്. നമുക്ക് ഈ ലോകത്തിൽ വി വിൽ ബി ഇൻസെക്യൂർ, എന്നാൽ സ്വർഗം നമുക്ക് ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഇടമാണ്. ഹല്ലേലൂയ. സ്വർഗത്തിൽ എത്തി എന്ന് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു വിസ കിട്ടുന്നതിനെക്കാട്ടിലും എളുപ്പമാണ്, അതിനെക്കാട്ടി ശ്രേഷ്ഠമാണ്. ദാറ്റ് പ്രിവിലേജ് തിങ് ദാറ്റ് വി ആർ ഏബിൾ ടു റീച്ച് ഹെവൻ എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പകൽക്കാലം നമ്മളെ തന്നെ ഒന്ന് ആത്മപരിശോധന ചെയ്യാം. ആർ വി ദെയർ? നാം അവിടെ ആയിരിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയിരിക്കുന്ന ഒരു അവിടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരുക്കുന്ന ദയർ അല്ല, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു ദയർ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എനിക്ക് വേണ്ടി ദൈവം പറഞ്ഞ് പുറപ്പെടുക എന്ന് പറയുന്ന ഇടമായിരിക്കത്തില്ല നിങ്ങളോട് ദൈവം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, ദൈവമാക്കി വെക്കാൻ ഉദ്ദേശിക്കുന്ന ഇടത്ത് എന്നെ നിർത്തണമേ. കാരണം അവിടെ എനിക്ക് ദൈവത്തിന്റെ വാസ്തവം കാണാം, അവിടെ എനിക്ക് ദൈവത്തിന്റെ കരുതൽ കാണാം, അവിടെ ദൈവത്തിന്റെ പ്രൊവിഡൻസ് കാണാം, അവിടെ എനിക്ക് ദൈവത്തിന്റെ ശക്തി കാണാം, അവിടെ എനിക്ക് ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ കാണാം. അത് എനിക്ക് ഏറ്റവും പ്രിവിലേജ് ആയിട്ടുള്ള ഇടമാണ്. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം, നമ്മുടെ കണ്ണുകളെ ദൈവത്തിൽ അടയ്ക്കാം, സ്തോത്രം ചെയ്യാം. കർത്താവേ, ഏലിയാവിനെ ഈ സാരേഫാത്തിലും കേരീത്തിലും പ്രൊവൈഡ് ചെയ്തത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, രാജാവിനെ ഭയപ്പെടാതെ ദൈവം തന്നെ സൂക്ഷിച്ചത് നന്ദിയോടെ ഞങ്ങൾ ഓർക്കുകയാണ്. ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവം എത്രത്തോളം നമ്മെ സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യാം. ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും, ഹല്ലേലൂയ, പരിണമിക്കുവാനായിട്ട്, അത് വീണ്ടും ഒന്ന് റിബ്രബറേറ്റ് ചെയ്യാനായിട്ട്, വീണ്ടും നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെടുവാനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം.